राम भारत की आस्था है, राम भारत का आधार है, राम भारत का विचार है, राम भारत का विधान है, राम भारत की चेतना है, राम भारत का चिंतन है, राम भारत की प्रतिष्ठा है, राम भारत का प्रताप है, राम प्रवाह है, राम प्रभाव है, राम नेति भी है, राम नीति भी है, राम नित्यता भी है, राम निरंतरता भी है, राम विभु है, विशद है, राम व्यापक है, विश्व है, विश्वात्मा है. അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചയിടത്ത് കോടതി വിധി പ്രകാരം ഉയർന്ന ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ എന്നിവർക്കൊപ്പം RSS മേധാവി മോഹൻ ഭാഗവതും പങ്കുചേർന്നു. രാജ്യത്തിന്റെ വിശ്വാസവും അടിത്തറയും ആശയവും നിയമവും രാമനെന്ന് പ്രധാനമന്ത്രി. മതപരമായ ചടങ്ങ് രാജ്യത്തിന്റെ ഔദ്യോഗിക പരിപാടിയായി ആഘോഷിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസമിൽ ക്ഷേത്ര ദർശനം തടഞ്ഞ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി. പൂജയും പ്രാർത്ഥനയും പ്രധാനമന്ത്രിക്ക് മാത്രം മതിയോ എന്ന ചോദ്യം. രാമക്ഷേത്രത്തിന് ശേഷം ഇനി എന്ത്? രാമരാജ്യത്തിന്റെ പ്രഖ്യാപനമോ? രാജ്യത്തിനുണ്ടോ ഔദ്യോഗിക മതം? വിശ്വാസം മാത്രമോ വിഷയം? ഈ വിഷയമാണ്, ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അയോധ്യയിൽ നിന്ന് തത്സമയം ശ്രീ രാഹുൽ ഈശ്വർ ചേരും. BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് VV രാജേഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ പഴകുളം മധു, CPMൽ നിന്ന് അഡ്വക്കേറ്റ് K അരുൺകുമാർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് VV രാജേഷ്, അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രം രാജ്യത്തിന് നൽകുന്ന വാഗ്ദാനം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ സുദീർഘമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഒരു പുതിയ ആത്മവിശ്വാസം ഭാരതത്തിലെ ജനങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. അതായത് ഒരുപാട് ചർച്ചകൾ പറഞ്ഞതുകൊണ്ടും നമ്മൾ ഒരുപാട് എഴുതി വായിച്ചതുകൊണ്ടും മാധ്യമങ്ങൾ കേട്ടതുകൊണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. 500 വർഷത്തെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ പറഞ്ഞിരുന്നു. ഇത് ഒക്കെ തന്നെ നമ്മുടെ കരുത്തിൻ്റെയും നമ്മുടെ സമന്വയത്തിൻ്റെയും നമ്മുടെ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ല ആത്മവിശ്വാസം, നമ്മുടെ ഒരു രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഒരു നാഴികക്കല്ലാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിശദമായി സംസാരിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ വിശ്വാസവും ആശയവും അടിത്തറയും നിയമവുമൊക്കെ രാമനാണ് എന്നാണ്. അങ്ങനെ ഒരു പരാമർശം നമുക്ക് നടത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇപ്പോൾ ശരിയാണ്, ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാഴ്ചപ്പാടുമൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിശ്വാസപരമായി ചേർന്ന് നിൽക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹം കൈയാളുന്നൊരു പദവിയുണ്ടല്ലോ, ആ പദവിയിൽ നിന്നുകൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോകാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഉത്തമ വിശ്വാസമുള്ള, ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ലോകത്തിൻ്റെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകാം. അത് എല്ലാ കാലഘട്ടത്തിലും അതൊരു പ്രപഞ്ച സത്യമാണ്. വിരുദ്ധമായ അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തമ വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വിയോജിക്കുന്നവർ കാര്യകാരണ സഹിതം അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. അതെല്ലാ കാലത്തും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ചരിത്രം പറയുന്നത് ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ ധാർമ്മികത, ഇതൊക്കെ തന്നെ ഉത്തമമായി ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു ശ്രീരാമൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കുതിപ്പ് ഇനിയും വളരെ വേഗത്തിലായിരിക്കും. അതിന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന നിലയ്ക്കുള്ള ഒരു പ്രസംഗമായിരുന്നു, അങ്ങനെയുള്ള സന്ദേശമായിരുന്നു ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ശരി, ശ്രീ പഴകുളം മധു, ഞാൻ അഡ്വക്കേറ്റ് VV രാജേഷിനോട് ചോദിച്ചത് പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായി ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി, ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി, ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായൊക്കെ നിൽക്കാം. ഈ സോമനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിൽ പറഞ്ഞു. അന്ന് നെഹ്റു പറഞ്ഞത് വ്യക്തിപരമായി എന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ കൈയാളുന്ന പദവിയിൽ നിന്നുകൊണ്ട്, ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നാണ്. അത്തരം പ്രസക്തി അല്ലെങ്കിൽ അത്തരം വിട്ടുനിൽക്കൽ, അത്തരം കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും ഇന്ന് അയോധ്യയുടെ പരിസരത്ത് നിന്ന് കാണാൻ കഴിഞ്ഞോ? അയോധ്യ ക്ഷേത്രത്തിൻ്റെ പുനർപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊളുത്തിവിട്ട വിവാദങ്ങളല്ല. ഇന്ന് താങ്കൾ ചോദിച്ച ചോദ്യം ജവഹർലാൽ നെഹ്റു സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെന്ന് പ്രചരിപ്പിക്കുന്നതിൽ അർദ്ധസത്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എനിക്ക് പറയാൻ മറ്റു പല കാര്യങ്ങളുമുണ്ട്. BJPയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും RSS ചീഫ് മോഹൻ ഭാഗവതുമാണ് ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അവിടെ മുഖ്യ അതിഥികളായി പ്രസംഗമൊക്കെ നടത്തി പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ. എന്നാൽ എന്താണ് ഇവിടുത്തെ ഇപ്പോൾ ഈ വിവാദം, ഇത്ര വലിയ വാർത്തയ്ക്കും വിവാദത്തിന് പിന്നിൽ എന്താണ്? ഇപ്പോൾ BJP ഈ അടുത്ത സമയത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകി പറഞ്ഞുകൊണ്ടിരുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിപ്പോൾ ഇവർ പാടെ വിട്ടിരിക്കുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ഒരു കാരണവശാലും ഞങ്ങൾ ബന്ധപ്പെടില്ല, അവിടേക്ക് പോകില്ല എന്ന് പറഞ്ഞ 4 പ്രമുഖർ ഇന്ത്യയിലുണ്ട്. ഒന്ന് നിശ്ചലാനന്ദ സരസ്വതി, ഗോവർദ്ധൻ മഠ്, പുരി. അദ്ദേഹം പറഞ്ഞത് ഒരു പവിത്രമായ ക്ഷേത്രം നിർമ്മിക്കാനല്ല ലക്ഷ്യം, ഇതൊരു ശവകുടീരം നിർമ്മിക്കുകയാണ് BJPയുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗതമായ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ റൂൾസ് ഇല്ലാത്ത, പവിത്രതയില്ലാത്ത, ഒരു ആദരവുമില്ലാത്ത ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പങ്കെടുക്കാത്തത് രാമനോടുള്ള അനാദരവ് കൊണ്ടല്ല, അവസരവാദപരവും കൃത്രിമവുമായ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്നതുകൊണ്ട് ഞാൻ പങ്കെടുക്കില്ല എന്ന് പുരി ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ശൃംഗേരി ശങ്കരാചാര്യർ ഭാരത തീർത്ത് പറഞ്ഞിരിക്കുന്നത് പണി പൂർത്തിയാകാത്തൊരു ക്ഷേത്രമാണ്. ആ പണി പൂർത്തീകരിക്കാത്ത ഒരു ഡിവൈൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പൂർത്തിയാകാത്ത ക്ഷേത്രത്തെ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എല്ലാം തീരുമാനിച്ചത് ആത്മീയ നേതാക്കളെ ആരെയും ബന്ധപ്പെടാതെയാണ്. ഹിന്ദു വികാരം രാഷ്ട്രീയ നേട്ടത്തിന് ദുരുപയോഗം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു. പിന്നെ ശങ്കരാചാര്യ സദാനന്ദ സരസ്വതി, ദ്വാരക ശങ്കരാപീഠം, അദ്ദേഹം പറഞ്ഞെന്താണ്, തെറ്റായ സമയമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് എടുത്തിട്ടുള്ളത്. വിവേകമുള്ള അല്ലെങ്കിൽ ഹിന്ദു ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ആരും ഇങ്ങനെ ഒരു സമയം കണ്ടെത്തില്ല. നിങ്ങൾ ഏത് പഞ്ചാംഗമാണ് പരിശോധിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നു മാത്രമല്ല, ഇത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാമനവമിയാണ്, രാമൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സമയം. അതുകൊണ്ട് ഇത് തെറ്റായ സമയം തെറ്റാണ്, നിർമ്മാണം പൂർത്തിയായിട്ടില്ല, ശാസ്ത്രങ്ങൾ നോക്കിയിട്ടില്ല, ഇവർ പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മത്തിൽ ഒന്നുപോലും പാലിച്ചിട്ടില്ല എന്നെല്ലാമാണ് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ ജ്യോതിർമഠത്തിൽ അദ്ദേഹം പറയുന്നു. നിർമ്മാണം പൂർത്തിയാകാതെ ഒരു ക്ഷേത്രത്തിന് പ്രതിഷ്ഠ ചെയ്യുന്നത് എന്ത് യുക്തിയാണ്? ശാസ്ത്ര ലംഘനം, ധർമ്മശാസ്ത്രങ്ങളുടെ ലംഘനം നടന്നിരിക്കുന്നു. ഞങ്ങൾ ആൻറ്റി മോഡിയല്ല, അതുപോലെ തന്നെ ആൻറ്റി ധർമ്മശാസ്ത്രവുമല്ല എന്നാണ് ഈ ശങ്കരാചാര്യന്മാർ 4 പേരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ എത്രയോ നൂറ്റാണ്ടുകളായി പാടിപ്പുകഴ്ത്തുന്ന ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നരേന്ദ്രമോദി 2024 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചുരുട്ടിക്കൂട്ടി കൊട്ടയിലിട്ടിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ, അത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നരേന്ദ്രമോദിയെയും RSS ചീഫിനെയും ഉയർത്തിക്കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റി ഇവർ ഹിന്ദു ധർമ്മങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇവർ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ അപ്പാടെ അവഹേളിച്ചിരിക്കുന്നു. ഇവർക്ക് ഒരേ ലക്ഷ്യം, ഇവർക്ക് ഹിന്ദുമതമില്ല, സനാതന ധർമ്മമില്ല, അവർക്കൊന്നുമില്ല, ഇവരൊക്കെ വെറും വാഗ്ധോരണി മാത്രമാണ് എന്നവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് അയോധ്യയിൽ കണ്ടത് ഇവർ ഒരു കാര്യം പറയണം, ഇവർക്ക് സനാതന ധർമ്മമുണ്ടോ? ഇവർ ശങ്കരാചാര്യന്മാരെയാണോ ഹിന്ദുമതത്തിൻ്റെ ഉന്നത വക്താക്കളായി കാണുന്നത്? ശങ്കരാചാര്യന്മാരെ പോലും തള്ളിപ്പറയുന്ന, അവരല്ല വക്താക്കൾ, അവരല്ല അതോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് കാണുന്നത്? നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ അഭിനയിക്കാൻ, വേഷം കെട്ടാൻ എന്ത് ധാർമ്മിക ശക്തിയുണ്ട്? അദ്ദേഹം ഒരു സന്യാസി വര്യനാണോ? അദ്ദേഹം ഒരു പൂജാരിയാണോ? അദ്ദേഹം ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം മാത്രം അവിടെ? എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപതി, അവരെ എന്തുകൊണ്ടാണ് ഒരു ദളിതയായ രാഷ്ട്രപതി എന്തുകൊണ്ട് അവിടെ കൊണ്ടുപോയില്ല? ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഒരു മതപരമായ ചടങ്ങിനെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കാളിയാകുന്നു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഈ ചടങ്ങിന്റെ നേതൃപരമായ റോൾ കൈയാളുന്നു. ഉത്തർപ്രദേശിന്റെ ഗവർണർ അവിടെ വലിയ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്ന പലർ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പലർ ഒരു മത വിഭാഗത്തിന്റെ ചടങ്ങിൽ അതിന്റെ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നു. ആ ചടങ്ങിന്റെ, പ്രതിഷ്ഠാ ചടങ്ങിന്റെ മുഖ്യ യജമാന സ്ഥാനം തന്നെ പ്രധാനമന്ത്രി വഹിക്കുന്നു. ആ ഘട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നത്. പക്ഷേ കേരളത്തിലോ കേരളത്തിന്റെ മുഴുവൻ സാംസ്കാരിക പരിസരങ്ങളിലോ ഇന്നോളം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാതിരുന്ന, ഏറെക്കുറെ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വിഷയമായിരുന്നു രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്.
വലിയ തോതിൽ ചർച്ചയാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കാണാതിരിക്കാൻ കഴിയുമോ? ഈ രാജ്യത്തിന് മതമില്ല. നമ്മുടെ ഭരണകൂടത്തിനും മതം പാടില്ല. ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഈ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ള സംവാദങ്ങൾ, ചർച്ചകൾ, വോക്കൗട്ടുകൾ, തർക്കങ്ങൾ എല്ലാം ഉണ്ടായിട്ടാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന ഉള്ളടക്കത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തത്. അപ്പോൾ കൃത്യമായി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മതമുണ്ടെങ്കിലും മതപരമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രി പദവി വഹിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ശിലാന്യാസത്തിലും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയിലുമെല്ലാം പങ്കെടുക്കുക എന്നതല്ല, മറിച്ച് അതിന് നേതൃത്വം കൊടുക്കുക, മുഖ്യ കർമ്മിയായി മാറുക എന്നുള്ളത് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതിന് ഘടകവിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സുപ്രീം കോടതി ഒരു ട്രസ്റ്റിനെയാണ് രാമക്ഷേത്ര നിർമ്മാണം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു പള്ളിയായി പണിയാനുള്ള അനുവാദവും മറ്റൊരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ഈ 2 ട്രസ്റ്റുകൾക്കും സമാന്തരമായി പ്രവർത്തിക്കാനും അവരുടെ പള്ളി പണിയാനും അമ്പലം പണിയാനുമുള്ള അനുവാദവും കൊടുത്തു. പക്ഷേ ട്രസ്റ്റിനെ ഏൽപ്പിച്ച ആ ചുമതല ഗവൺമെൻറ് ഏറ്റെടുക്കുകയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമെല്ലാം അതിൻ്റെ ശിലാന്യാസം മുതൽ തന്നെ ഇടപെടുകയും ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്ര സന്ദർശനവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളുടെ ഇടപെടലും എല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ശരിക്കും രാജ്യത്തിൻ്റെ ഒരു മതമായി, ഒരൊറ്റ മതമായി ഹിന്ദു മതം മാറുകയും ഈ രാജ്യത്തിൻ്റെ ഒരു നാഷണൽ ടെമ്പിളായി രാമക്ഷേത്രത്തെ മാറ്റുവാനും അതുപോലെ തന്നെ രാമനെ ഒരു ദേശീയ ദൈവം എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ഇടപെടലുകളും എല്ലാം നമ്മളിത് കാണുകയാണ്. ഇത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്കെതിരാണ്. നമ്മൾ കഴിഞ്ഞ 76 വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും എതിരാണ്. സംഘപരിവാർ വളരെ മനഃപൂർവ്വം വലിയ പ്രചരണം നടത്തുകയാണ്. വിചാരിച്ചിരുന്നു CPM? അല്ല, ഇതിപ്പോൾ വലിയ തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പ്രചരണം നടത്താൻ പല സ്കൂളുകൾക്ക് അവധി കൊടുത്തു, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പാക്കേജുകളും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ TV വെച്ച് അല്ലെങ്കിൽ പ്രൊജക്ടർ വെച്ച് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. അത്തരത്തിൽ വലിയ പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ആ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം വളരെ ആശങ്കയോടെ കാണുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ രാജ്യത്തിന് മതമില്ല എന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഘടകവിരുദ്ധമായി പ്രധാനമന്ത്രിയും സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ഈ പരിപാടിയെ മാറ്റുമ്പോൾ മതനിരപേക്ഷ വിശ്വാസികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള ആശങ്ക അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല, അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. കാരണം സുപ്രീം കോടതി തന്നെ മെറിറ്റിലേക്ക് കടക്കാതെ പല ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ ക്ഷേത്രം നിലനിന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയ് എന്ന തരത്തിൽ ഒരു വിധി കൊടുക്കുകയും ആ വിധിയുടെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് പൂർണ്ണമായി തെന്നി മാറി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. വിധി പറഞ്ഞ ജഡ്ജിമാരെ തന്നെ വിളിക്കുന്നു. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ലക്ഷക്കണക്കിന് കേസുകളിൽ വിധി പറയുമ്പോൾ ആരാണ് വിധി പറഞ്ഞത് എന്ന് പേരെഴുതി ഒപ്പിടാത്ത ഏക വിധിന്യായമാണ് ഈ വിധിന്യായം എന്ന് നമുക്ക് കാണാൻ കഴിയും. 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിച്ച് വിധി പറയുമ്പോൾ ആരാണ് ഈ വിധിന്യായം എഴുതിയതെന്നോ ആരാണ് ഇതിൽ ഒപ്പിട്ടതെന്നോ ഇല്ലാത്ത ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏക വിധിന്യായം. ആ വിധിന്യായം പറഞ്ഞ ജഡ്ജിമാർ അല്ലെങ്കിൽ അതിൽ നേതൃത്വം കൊടുത്ത ജഡ്ജിമാരെ വരെ ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നു. ഒരു ജഡ്ജി പങ്കെടുക്കുന്നു. സിവിൽ കേസുകളിൽ തർക്കങ്ങളിൽ പല ജഡ്ജിമാർ വിധി പറയുമല്ലോ, ആ വിധി ജഡ്ജിയെ തന്നെ വിളിക്കുന്ന സാഹചര്യം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും വിരുദ്ധമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഉള്ള ഒരു സാഹചര്യത്തിൽ കേൾക്കാമോ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിൽ ഇടയ്ക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അങ്ങേക്ക് തുടരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ആരാധനാലയങ്ങൾ, അതിലൊന്ന് പൂർത്തിയായിരിക്കുന്നു, ഒന്ന് പൂർത്തിയാകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ മതേതര മനസ്സിന്, ജനാധിപത്യ ബോധത്തിന് ഒക്കെ വലിയ തോതിൽ വലിയ മുറിവുകളേറ്റ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി അതേ ചൊല്ലി ഒരു കലാപമോ അതേ ചൊല്ലി കൂടുതൽ മുറിവുകളോ ഇല്ലാത്ത സമാധാനമുള്ളൊരു കാലം വാഗ്ദാനം ചെയ്യാൻ അവിടെ ഉയരുന്ന 2 മതസ്ഥാപനങ്ങൾക്ക്, 2 ആരാധനാലയങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം ആ മണ്ണിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഉണ്ട് മാധു. ഇന്ന് പരിശുദ്ധമായ ഈ ശ്രീരാമക്ഷേത്രത്തിൽ
പോകാനുള്ള വലിയ ഭാഗ്യമുണ്ടായി. ചില ദേശീയ മാധ്യമങ്ങൾക്കടക്കം അതിന്റെ കമന്ററിയും കാര്യങ്ങളായിട്ട് പോവുകയുണ്ടായി. അതോടൊപ്പം ധന്നിപ്പൂർ മസ്ജിദ് അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ അവിടെ ഉയരാൻ പോകുന്ന മെയ് 2024 പണി തുടങ്ങാൻ പോകുന്ന ഇപ്പോൾ ഒരു മസാർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊരു സ്ഥലം മാത്രമായി നിൽക്കുന്ന ധന്നിപ്പൂർ മസ്ജിദിൽ പോകാൻ ഇടയുണ്ടായി. പല ആൾക്കാരോടും സംസാരിക്കാനും ഇടയുണ്ടായി. നമ്മുടെ രാജ്യം ഒരുപാട് ഡിബേറ്റ് ചെയ്യുകയും തർക്കങ്ങളിലൊക്കെ പോവുകയും ചെയ്തൊരു വിഷയമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായി, ഒരുപാട് കലാപങ്ങൾക്ക് വഴി തെളിച്ചു. അപ്പൊ ഇതിനൊരു പരിഹാരം വേണം, ഇതിന് മുമ്പോട്ടുള്ള ഒരു യാത്ര വേണം. അതുകൊണ്ട് ശരിയാ, ചരിത്രപരമായ ചില തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും ഉണ്ടാകാം, നിയമത്തിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാം, ജഡ്ജ്മെന്റിനെ കുറിച്ച് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ സുപ്രീം കോടതി പോലും ഈ രീതിയിൽ ഒരു ബാലൻസ് എടുത്തൊരു നിലപാടെടുക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു സമന്വയവും സമവായവും ആവശ്യമാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും ഭാഗമല്ല, പക്ഷെ ഇന്ന് സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി 4 തവണ സമന്വയം എന്ന വാക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധി അടക്കം കോട്ട് ചെയ്തും സംസാരിച്ചിരുന്നു. ഒരു സമന്വയത്തിന്റെ പാത ഇവിടെ ആവശ്യമാണ്. അവിടെ നാളെ നമുക്ക് അമ്പലവും വേണം, പള്ളിയും വേണം, നമുക്ക് മന്ദിരവും വേണം, മസ്ജിദും വേണം. ഇത് രണ്ടും വേണം. അതോടൊപ്പം സ്കൂളും കോളേജും വികസനവും എല്ലാം വേണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും പോകാൻ കഴിയും. ഇവിടത്തെ ജനങ്ങൾ കുറെ കൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായി ഉണങ്ങിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. കുറെ കൂടെ പ്രതീക്ഷാ നിർഭരമായി മുമ്പോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇക്ബാൽ അൻസാരിയെ പോലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു പ്രമുഖനായ മുസ്ലിം സമൂഹത്തിലെ ഒരാൾ വന്നിരുന്നു. ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു പാത ഈ നാട്ടിൽ പോസിബിൾ ആണ്. ആ രീതിയിൽ ഇനിയും ഒരു അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് തർക്കിക്കാതെ രാമനും റഹീമും അല്ലെങ്കിൽ നാളെ മറ്റൊരു സങ്കല്പവും ഒന്നാണെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് വരണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഉറപ്പായിട്ടും രാമക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരു സെൽഫി എടുത്തിടുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ധന്നിപ്പൂർ മോസ്കിൽ പോയി അവിടെ നിന്ന് ഒരു സെൽഫി എടുത്തെടുത്തുമായിരുന്നു. കാര്യം നമുക്ക് രണ്ടും വേണ്ട എന്നുള്ള മതേതരത്വം അല്ല, നമുക്കൊരു നെഗറ്റീവ് സെക്കുലറിസം അല്ല, പകരം ഒരു പോസിറ്റീവ് സെക്കുലറിസം, പ്ലൂറലിസം, ബഹുസ്വരത, മതസൗഹാർദ്ദം എന്ന രീതിയിലാണ് പോകുന്നത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇലക്ട്രിഫൈങ് ആണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന ധന്നിപ്പൂർ മോസ്കിലേക്കും പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ കഴിയുന്ന ചെറിയൊരു സംഭാവന, എന്റെ അവധിക്ക് നിൽക്കുന്ന ചെറിയൊരു സംഭാവന ഞാൻ രാമക്ഷേത്രത്തിനും ഈ ധന്നിപ്പൂർ പള്ളിക്കും കൊടുക്കുകയുണ്ടായി. ആ രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ 25 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ രീതിയിൽ ഇന്ത്യക്കാർ പഴയ കാലത്തിന്റെ മുറിവുകൾ ഉണങ്ങി പുതിയൊരു തുടക്കത്തിലേക്ക് മാറണം. രാമരാജ്യം എന്താണെന്ന് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അത് യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണെന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ ഒരു പോസിറ്റീവായ രാമരാജ്യത്തിന്റെ, ബഹുസ്വരതയുടെ, മതസൗഹാർദ്ദത്തിന്റെ, പരസ്പരം ഐക്യത്തിന്റെ, സമന്വയത്തിന്റെ തുടക്കമായി മാറട്ടെ എന്നാണ് സാധാരണ ഒരു ഇന്ത്യക്കാരന് പ്രാർത്ഥിക്കാൻ കഴിയുക. ഓക്കെ, ശ്രീ വി വി രാജേഷ്, പലതവണ ഈ പറയുന്ന ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് BJPയുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഈ ക്ഷേത്ര നിർമ്മാണം BJPയുടേതല്ല, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് BJPയുടേതല്ല, അത് ആ ക്ഷേത്ര നിർമ്മാണത്തിന് സുപ്രീം കോടതി ഏൽപ്പിച്ചിരിക്കുന്ന ട്രസ്റ്റിൻ്റെതാണ്. അവിടെ നിന്നുള്ള നിഷേധം അല്ലെങ്കിൽ ബഹിഷ്കരണം എന്ന് പറയുന്നത് രാമനെ നിഷേധിക്കലാണ്, BJPയെ ബഹിഷ്കരിക്കലല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് ആ വേദിയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് BJPയുമായി ബന്ധപ്പെട്ട, സംഘപരിവാറുമായി ബന്ധപ്പെട്ട മുഖങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബെനഫിറ്റ് ഉണ്ട് അല്ലേ? അതായത് അത് എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഈ സമയത്ത് ഈ ചോദ്യത്തിൻ്റെ എൻ്റെ അവസരത്തിൽ കുറച്ച് കൂടുതൽ സമയം തരണം. ഞാൻ ആദ്യം 2 ചോദ്യം ചോദിച്ചപ്പോഴേ ഞാൻ മിനിമം കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കുറച്ച് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മാധു ചോദിച്ചില്ലേ, BJP ഞങ്ങൾ പറയുന്നുണ്ട് ഇത് BJPയുടേതല്ല എന്ന്. ഞാൻ ആവർത്തിക്കുന്നു, ഇത് BJPയുടെ ഫംഗ്ഷൻ അല്ല. കാരണം 2 രീതിയിലാണ് ഇതിനെ എൻ്റെ വെർഷൻ പറയാനായിട്ട് എന്നെ അനുവദിക്കണം. ഒന്ന്, BJP ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഇന്നുൾപ്പെടെ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നതുമായുള്ള കാര്യങ്ങൾ 500 വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്ന ആവശ്യം, അതായത് ഇവിടെ ഇത്തരത്തിലൊരു രാഷ്ട്രമോ ഇത്തരത്തിലൊരു ഭരണഘടനയോ, രാഷ്ട്രം എന്ന് ഉദ്ദേശിച്ച സംസ്കാരമുണ്ടായിരുന്നു, ഭൂമി ശാസ്ത്രപരമായി ഇങ്ങനെ ആയിരുന്നില്ല, ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ചിലപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരിക്കാം ഉണ്ടായി വന്നൊരാവശ്യം. അത് 500 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പല ആൾക്കാരും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 47-ന് ശേഷം ഇപ്പോൾ പലരും പറയുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അവിടെ വിഗ്രഹം കൊണ്ടുവയ്ക്കാൻ അനുവദിച്ചത് എന്ന് വിമർശകർ പറയുന്നുണ്ട്. എനിവേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാവശ്യം, അന്നൊന്നും BJP ഇല്ല. ഈ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പൂർവ്വരൂപമായ ജനസംഘം ഇല്ല, RSS ഇല്ല. RSS 1925 അപ്പോൾ അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്ത് പലരും പിന്തുണച്ച ഒരാവശ്യം.
ആവശ്യത്തിൻ്റെ പ്രസക്തി കൂടി വരികയും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വ്യാപനവും കൂടി വന്ന് അത് ഏറ്റെടുക്കാൻ ജനങ്ങൾ ആയിരങ്ങളായി, പതിനായിരങ്ങളായി, ലക്ഷങ്ങളായി, അത് കോടികളായിട്ട് വ്യാപിക്കുന്നു. അതിനുശേഷം അത് ക്രമേണ മുന്നോട്ട് പോകുന്നു, വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്ന് മുന്നോട്ട് പോകുന്നു. 80-ലാണ് BJP വരുന്നത്. BJP വന്നപ്പോഴേക്കും ഞങ്ങൾ ഈ ആവശ്യത്തെക്കുറിച്ച് മുൻപ് തന്നെ ഉയർന്നുവന്ന ഈ ആവശ്യത്തെ BJP മുന്നോട്ട് വയ്ക്കുന്നു. മുന്നോട്ട് വച്ച് പോയപ്പോഴേക്കും വ്യാപകമായിട്ട് ജനങ്ങൾ സ്വീകരിക്കാൻ, ചരിത്രവും പുരാണവും പാരമ്പര്യവും ഒക്കെ പഠിച്ചപ്പോഴേക്കും ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അവിടെ ഇപ്പോൾ കമൽനാഥിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. DK ശിവകുമാർ വാക്കുകൊണ്ടാണെങ്കിലും അയോധ്യയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP ശക്തമായി രാഷ്ട്രീയമായിട്ട് വിയോജിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പൂജ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ശേഷം ഞങ്ങളവിടെ പോകുമെന്ന് നിരവധി രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ KK മുഹമ്മദ്, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ചരിത്രകാരൻ ഗവേഷകൻ KK മുഹമ്മദ് ഇക്കാര്യത്തെ പിന്തുണച്ചിട്ടുണ്ട്. കോടതിയുടെ അവസാനത്തെ ഇടപെടൽ അപ്പോൾ ഇക്കാര്യത്തെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന ആ സീക്വൻസിൽ ചുരുങ്ങിയ സമയം കൊണ്ട് 500 വർഷം കൊണ്ട് പലരും പിന്തുണച്ചും പലരും ആവശ്യപ്പെട്ടും പലരും സഹായിച്ച് വന്ന് ഇത് യാഥാർത്ഥ്യമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യാദൃച്ഛികമായിരിക്കാം, അല്ലാതിരിക്കാം, BJP ആണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഏൽപ്പിക്കുന്ന ഒരാവശ്യം ഒരു ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അത് ചെയ്യേണ്ട ഒരു ദൗത്യമുള്ളത് കൊണ്ട് ഗവൺമെൻറ് അതിൽ നിർവഹിക്കേണ്ട മിനിമം ഡ്യൂട്ടി ഗവൺമെൻറ് നിർവഹിക്കുന്നു. ഇനി ട്രസ്റ്റ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷണിച്ചു? ട്രസ്റ്റ് അത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷണിച്ചുവെങ്കിൽ ആ ട്രസ്റ്റിലുള്ളവർക്ക് അയോധ്യ ശ്രീരാമക്ഷേത്രം നടപ്പിലാക്കണം എന്ന ആവശ്യം സിൻസിയറായിട്ട് ഉന്നയിക്കുന്ന മിനിമം ആൾക്കാരെ, കാരണം നമുക്ക് പരമാവധി ആൾക്കാരെ അവിടെ വേദിയിലിരുത്താൻ സാധിക്കില്ലോ, അവർ അതിൽ ഒരുപക്ഷെ വേദിയിൽ എത്തിയിട്ടുണ്ടായാൽ. എന്നാൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ, അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ളവരെ, സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവരെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ആ ചടങ്ങിൽ ചെന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഏതു തരത്തിലുള്ള പ്രാധാന്യമായിരുന്നു കൊടുത്തിരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് 500 വർഷം മുമ്പ് ആരംഭിച്ച് തലമുറകൾ കൈമാറി വന്ന ആവശ്യം 1980 മാത്രം രൂപം കൊണ്ട് BJP ഭരിക്കുമ്പോഴേക്കും നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആവശ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത് BJP ആണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. 500 വർഷം മുമ്പ് BJP ഇവിടെ ഇല്ല. അപ്പോൾ പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ വന്ന വിമർശനങ്ങളിൽ പലതും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രത്തോളം ഈ കാര്യത്തിന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന പ്രധാനമന്ത്രി ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറയാമല്ലോ. നരേന്ദ്രമോദി 2014 മെയ് മാസത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വെരി നെക്സ്റ്റ് ഡേ തന്നെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനോ അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്കോ തയ്യാറെടുത്തല്ലല്ലോ എന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തത് എന്താണ്? ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിരവധി തവണ പറഞ്ഞുകൊണ്ട് ഞാൻ പദ്ധതികളുടെ പേരൊന്നും പറയുന്നില്ല, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ജനങ്ങൾക്ക് പാർപ്പിടമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് അഴിമതി സമ്പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 4.5 കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷമാണ് രാംലല്ലയ്ക്ക് വീട് നിർമ്മിക്കുന്നത്. ഇത്രയും കാലം രാംലല്ല ടെൻറ്റിലായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ട 4.5 കോടി ജനങ്ങൾക്ക് ഗവൺമെൻറ് വീട് നിർമ്മിച്ചു നൽകി. അതിനുശേഷമാണ് രാംലല്ലയുടെ വീട് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു, അവർക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തു. നമ്മൾ ഞാൻ പറഞ്ഞിട്ട് അടുത്ത സമയത്ത് എനിക്ക് സമയം കുറച്ചുള്ളൂ. അടുത്ത അവസരത്തിൽ രാമരാജ്യത്തിൻ്റെ സങ്കല്പം നമ്മൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടാക്കി നമ്മൾ ലോകത്തിലെ പാവപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് കൊടുത്തു. നമ്മൾ ഭക്ഷണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നു. നമ്മൾ എല്ലാവരെയും പരമാവധി ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വികസനത്തിൽ മുന്നേറാൻ പോകുന്നു. ലോകത്തിലെ പല രാഷ്ട്രങ്ങൾ യുക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വാക്കുകൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആഗോള മലിനീകരണത്തിന് പരിഹാരമായിട്ട് ഇന്ത്യയുടെ വാക്കുകൾ കാണുന്നു. ഞാൻ പറയുന്നത് രാമരാജ്യത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അഴിമതി പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ മുഖ്യമായിട്ട് രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി തന്നെ വിശ്രമമില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പണിയെടുത്തുകൊണ്ട് ശ്രീരാമൻ ഏതു തരത്തിലാണോ രാഷ്ട്രത്തിന് വേണ്ടി ധാർമ്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചത് അത് മാതൃകയാക്കി കാണിച്ച് 10 വർഷം കഴിയുമ്പോഴാണ്
കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്ന ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മനോഹരമായും ഇത്രയും മാതൃകാപരമായിട്ടും ഒരു മുന്നേറ്റം ലോകത്തിൽ എവിടെയെങ്കിലും കാണുമോ? ശരി, എവിടെയെങ്കിലും കാണുമോ? എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി പറയാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എനിക്ക് അതിനിടയ്ക്ക് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് VV രാജേഷ്, അതായത് അങ്ങ് പറഞ്ഞ പലതും 4.5 കോടി ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവർക്കല്ല. അത് ചെയ്യുന്നത് ഒരു സർക്കാർ എന്ന പ്രധാനമന്ത്രി എന്ന ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നുകൊണ്ടാണ്. ആ പ്രൊഫൈൽ വേറെയാണ്. കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നത് ആ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ്. അത് വിതരണം ചെയ്യുന്നത് ആ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ്. ജനങ്ങൾക്കുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ പൊളിറ്റിക്കൽ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ്. ഇതങ്ങനെയല്ല. ഈ ക്ഷേത്രത്തെ ഏൽപ്പിച്ച ചടങ്ങിന്റെ പരിപൂർണതയിൽ അതിന്റെ ആ വിഗ്രഹത്തിന്റെ നേത്രോന്മീലനം നടപ്പിലാക്കുന്നത് ആ ചടങ്ങിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ മുഖ്യ യജമാനൻ എന്ന മതപരമായ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ്. അത് രണ്ടും രണ്ടല്ലേ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ പഴകുളം മധു ചോദിക്കുന്നത് എന്താണ് ആ ധാർമ്മിക അടിത്തറ എന്ന്. അങ്ങ് ചുരുക്കിയ വാക്കുകൾ അത് വിശദീകരിക്കും. ഞാൻ പറയാം. അതായത് അദ്ദേഹം ഒരു ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതൊരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങാണല്ലോ അവിടെ നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹം ജീവിക്കുന്നത് ഒരു യോഗിയുടെ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നും അത് പ്രതിഫലിക്കും. പിന്നെ ശ്രീ പഴകുളം മധു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ ഭാഷകളൊന്നും തിരിച്ചുപയോഗിക്കുന്നില്ല. ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ അയോധ്യ വിഷയം ചർച്ച ചെയ്യുമ്പോഴേക്കും ഞാനൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇതിനെ കാണുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ താന്ത്രിക വിദ്യ പഠിച്ച വ്യക്തിയല്ല. ശ്രീ പഴകുളം മധു താന്ത്രിക വിദ്യ പഠിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെക്കാൾ കൂടുതൽ താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനമായിട്ടൊരു മാറുന്ന ഒരു പ്രപഞ്ച സത്യം അവിടെ സാക്ഷാത്കരിക്കുമ്പോഴേക്കും എന്നെക്കാളും താങ്കളെക്കാളും ഒക്കെ തന്നെ താന്ത്രിക വിദ്യ പഠിച്ചവർ അതൊന്നും നോക്കാതെ ചെയ്യില്ലല്ലോ. ഒരു കാര്യം വളരെ സാങ്കല്പികമായ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് ചോദിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന സ്വത്തും എന്ന് പറയുന്നത് ഒരു മതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വത്തുമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം മുന്നോട്ട് വെച്ചത്. അത് എല്ലാവരുടെയും പ്രധാനമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു മതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വത്വമാണ് എന്റേത് എന്ന പ്രഖ്യാപനമാകുന്നു എന്ന ഇടത്തു നിന്നാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഞാനൊരു മറുപടി പറഞ്ഞോട്ടെ. പെട്ടെന്ന് അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ സ്വത്വം മറച്ചു വയ്ക്കുന്നത്? നമ്മളൊക്കെ അഭിനയിക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് പക്ഷേ അദ്ദേഹം സ്വാഭാവികമായി BJP ഭരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് മാത്രം അതിനുവേണ്ടി പ്രയത്നിച്ചവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൽ അദ്ദേഹത്തിന്റെ സാമുദായിക പരിസരം അതിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞു വെച്ചത്. ശ്രീ VV രാജേഷ്, അങ്ങനെയല്ല. നരേന്ദ്രമോദി BJP ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പരിശ്രമിച്ചത്. അദ്ദേഹം 10-35-40 വർഷം മുൻപ് തന്നെ അയോധ്യ മൂവ്മെന്റിന് ഇറങ്ങിയ വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ആദ്യത്തെ ദിവസം പോയി അയോധ്യയിൽ രാമക്ഷേത്രം 35 വർഷം നിന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയ താല്പര്യം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചേ ഉള്ളൂ. ശരി, ഞാൻ പറഞ്ഞിട്ട് പറയാം. ഒരുപാട് സ്പീഡിന് അങ്ങ് പറഞ്ഞിട്ട് എന്റെ സമയം എന്നെ അങ്ങ് ഇരുത്തുകളരുത്. അതിനൊന്നും ശ്രമിക്കരുത്. ഞാനും കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു 30-35 വർഷം 3-3.5 പതിറ്റാണ്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്ന അദ്ദേഹം ജീവിച്ചു മുന്നോട്ട് പോയ ഒരു കാര്യം നടപ്പിലാകുമ്പോഴേക്കും ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഈശ്വരീയത, ഒരു ദൈവീകത അല്ലെങ്കിൽ ഒരു വികാരം അതതിൽ പ്രതിഫലിക്കുന്നുണ്ടാകാം. പോസിറ്റീവായിട്ട് കാണുമോ അതിനെ? ശരി, അത് ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന രീതിയിൽ സ്വാഭാവികമായി ഭരിക്കുന്നത് കൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞു വെച്ചോണ്ട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സാമുദായിക പരിസരം കൂടി അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി എന്നേ പറഞ്ഞേ ഉള്ളൂ. ഈ ക്ഷേത്ര ട്രസ്റ്റുള്ളവർ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണമായി അങ്ങ് ചൂണ്ടിക്കാണിച്ചെടുത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ സാമുദായിക പരിസരം വ്യത്യസ്തമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചത്. ശരി, ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ പഴകുളം മധു, നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസവും ആശയവും അടിത്തറയും നിയമവും ഒക്കെ രാമനാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്ന ഒരു സംസാര ശകലം നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ശ്രീ VV രാജേഷിനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം ആദ്യ ചോദ്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തമ വിശ്വാസം എന്നാണ് പറഞ്ഞത്.
സ്വാഭാവിക രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ നമ്മളുടെ വിശ്വാസമായി കാണുന്നത് ജനാധിപത്യത്തെയാണ് ഒരു രാജ്യം എന്ന രീതിയിൽ. നമ്മുടെ ഏറ്റവും മികച്ച ആശയം എന്ന് പറയുന്നത് സാഹോദര്യം എന്നാണ് നമ്മൾ വിചാരിക്കാറ്. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതേതരത്വം എന്നാണ് നമ്മൾ വിചാരിക്കാറ്. നിയമം, ഭരണഘടനയെന്നാണ് നമ്മൾ വിചാരിക്കാറ്. അതൊക്കെ രാമനാണ് എന്ന് പ്രഘോഷിക്കാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്, അല്ലാതെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലല്ല. രാജ്യത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇതായി മാറുമോ? മധു, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ആദ്യത്തെ സമയത്ത് എനിക്ക് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ഇവരെല്ലാം ദീർഘമായി പറഞ്ഞു. മധു, നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. രാമൻ ആരാണ്? സത്യത്തിൽ ഈ നരേന്ദ്രമോദി പറയുന്ന അദ്ദേഹം ഇന്നും പ്രഘോഷണം നടത്തിയല്ലോ രാമനെ കുറിച്ച്. സത്യത്തിൽ ആ രാമനാണോ യഥാർത്ഥ രാമൻ? ഗാന്ധിജി പറഞ്ഞൊരു രാമനുണ്ട്. ആ രാമൻ ആരാണ്? എൻ്റെ രാമൻ ദശരഥപുത്രനല്ല, എൻ്റെ രാമൻ അയോധ്യ രാജാവുമല്ല, എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഇവർക്ക് ഗാന്ധിയെ തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും നരേന്ദ്രമോദിക്കോ BJP-ക്കാർക്കോ ഗാന്ധി ആരാണ്, ഗാന്ധിയിലെ രാമൻ ആരായിരുന്നു എന്ന് ഇവർക്കാർക്കും മനസ്സിലാക്കാനുള്ള ഉൾബോധം ഇവർക്കൊരു കാലത്തും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നും ഈ ചർച്ചയിലും ഗാന്ധി വധം ഒരിക്കൽ കൂടി നടപ്പാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞ ഇന്ന് ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അയോധ്യയിൽ പോയി ശങ്കരാചാര്യന്മാരെല്ലാം നിഷേധിച്ച് അവരാരും പോകാത്ത സത്യധർമ്മത്തെ എല്ലാം ബഹിഷ്കരിച്ച ഒരു ശവകുടീരമാണ് നിങ്ങൾ പടുത്തുയർത്തുന്നത്. ഒരു അമ്പലം നിർമ്മാണത്തിൻ്റെ ശാസ്ത്രബോധങ്ങളൊന്നും നിങ്ങൾ പിൻപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മോദിക്കൊപ്പം പോയി സെൽഫി ഇടും എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് രാഹുൽ ഈശ്വർ കൂടി അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം കൂടി ഗാന്ധി വധം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. ഗാന്ധി ഒരിക്കൽ കൂടി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എനിക്ക് രാഹുലിനോട് പ്രത്യേകമായ വിരോധമൊന്നുമില്ല. അദ്ദേഹത്തിന് ആ നിലപാടിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് VV രാജേഷ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് പിന്തുടരുന്നത്? മോദിയാണോ? ഹിന്ദു മതത്തിൻ്റെ അവസാന വാക്ക് മോദിയാണോ? നരേന്ദ്രമോദിയാണോ? പണി പൂർത്തീകരിക്കാത്തൊരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്തിനു നടത്തി എന്ന് ചോദിച്ചത് പഴകുളം മധുവല്ല, അത് ചോദിച്ച് ശങ്കരാചാര്യന്മാരാണ്. ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായ സമയമല്ല എന്ന് നിങ്ങളുടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ ആൾക്കാരാണ്. ഇവിടെ രാജേഷ് പറയുന്ന കേട്ടാൽ തോന്നും ഇവിടെ ശങ്കരാചാര്യരെക്കാൾ വലിയ ശങ്കരാചാര്യൻ നരേന്ദ്രമോദിയും VV രാജേഷുമാണെന്ന് തോന്നും. ഞാൻ ഈ ഹിന്ദുധർമ്മമൊന്നും അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു വിശ്വാസിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കേവലമായ അധികാരത്തിൻ്റെ പേരിലാണ് ഞാൻ താങ്കളോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുമതം നിങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ഈ ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാരാണ്? നിങ്ങൾ ശങ്കരാചാര്യന്മാരെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നു സോണിയാഗാന്ധിക്കും ഖാർഗേജിക്കും ഒക്കെ ക്ഷണം കിട്ടി, ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ ക്ഷണം വളരെ ബഹുമാനപുരസ്സരം നിഷേധിച്ചത്? അതൊരു BJP ഷോ. അത് BJP ഷോ ആയില്ലേ? ഇന്നത് കണ്ടില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രതിഷ്ഠയ്ക്ക് അരികിൽ പോയിരുന്ന് അദ്ദേഹം പൂജ നടത്തുന്നു, അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുക? ഇങ്ങനെയാണോ നിങ്ങൾ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുക? ഇങ്ങനെയാണോ ഹിന്ദുമതത്തെ നിങ്ങൾ പരിപാലിക്കുക? അപ്പം നിങ്ങൾ സ്യൂഡോ ഹിന്ദുമത വക്താക്കളാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ വികാരത്തെയോ ഹിന്ദുധർമ്മത്തെയോ അല്ല ഉയർത്തിപ്പിടിക്കുന്നത്. 4 ശങ്കരാചാര്യന്മാരെ ഒന്നുകിൽ നിങ്ങൾ പരസ്യമായി തള്ളിപ്പറയണം. നാളെ മുതൽ ശങ്കരാചാര്യന്മാർക്ക് ഇന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെ വക്താക്കളാകാൻ പോലും അവകാശമില്ല. അവർ അവരുടെ മഠങ്ങളിൽ ജീവിച്ചു കൊള്ളട്ടെ. അവർക്കിതിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയാൻ അവകാശമില്ല എന്ന് നിങ്ങളുടെ BJP പറയണം, നിങ്ങളുടെ സർക്കാർ പറയണം. അതുകൊണ്ട് ഞങ്ങളാരും രാമനെതിരല്ല. ഞങ്ങളുടെ മനസ്സിലുള്ള രാമൻ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്ന രാമൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ന് രാമഭക്തനായിട്ടുള്ള ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആസാമിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ തടഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ പ്രതിഷ്ഠ നടത്തിയത്? ഇന്ത്യയിലെ കേവലനായ സാധാരണക്കാരനായ ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകാൻ ഒരുപ്പെട്ടപ്പോൾ അതിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ആസാമിൽ നിങ്ങൾ തടഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോടാനുകോടി ചെലവഴിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ അവഹേളന പാത്രങ്ങളാകുന്നത്? അതേ സന്ദർഭത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ഒരു വിശ്വാസിയുടെ ധാർമ്മികമായ അവകാശം നിങ്ങൾ തടഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ പറയാൻ അവകാശം? ഈ രാജ്യം ഒരു മതത്തിൻ്റെയും രാജ്യമല്ല. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൽ പോയി പൂജയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല, അദ്ദേഹത്തിന് പോകാം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു മതമായി ഹിന്ദു മതത്തെ നിങ്ങൾ പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരെ ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കില്ല. വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളെ എല്ലാം നമുക്ക് മാനിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുമതത്തിൽ വിശ്വസിക്കാനുള്ളവർക്ക് അവിടെ വിശ്വസിക്കട്ടെ, ക്രിസ്ത്യനുക്ക്, മുസ്ലിമുകൾക്ക് അവർക്കെല്ലാം അവിടെ ഇടങ്ങളിൽ പോകാൻ വിശ്വസിക്കാം. പക്ഷേ ഈ രാജ്യത്തെ 2024 നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട്
ഇനി വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ വേട്ടയാടപ്പെടാൻ പോകുന്നത്, ശരി. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് വർഷക്കാലത്തെ ആവശ്യം അത് ബി.ജെ.പിയോ ജനസംഘമോ മധു ഒറ്റ വാക്കൂടി പറയരുത്. അല്ല, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പോൾ കോവിഡ് നിർത്തി മോഡി യോഗിയാണോ അതോ അഭിനവ് യോഗിയാണോ എന്നൊക്കെ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് പാലിക്കാൻ കഴിയത്തില്ല. 24 നിങ്ങൾക്ക് ജനങ്ങളൊന്നും പറയാനില്ല. 2024 $5 ബില്യൺ രാജ്യമായി ഇന്ത്യയെ മാറ്റുമെന്ന് പറഞ്ഞ മോഡിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് 10,000-കണക്കായ ഇന്ത്യൻ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കാൻ പോകുന്ന ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നു. വിലക്കയറ്റം തടയുമെന്ന് പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡി ഒരു നനഞ്ഞ പടക്കമായിരുന്നു, ഒരു കബളിപ്പിക്കലായിരുന്നു. മോഡി എന്ന് നിങ്ങൾ ഇങ്ങനെ ഘോഷിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു രൂപമുണ്ടല്ലോ, ആ രൂപം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പം മതത്തെ ദുരുപയോഗം ചെയ്ത് ഈ സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് പറയുന്നു ഇതൊരു ശവകുടീരമാണെന്ന് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം ശ്രീ പഴകുളം മധു എണ്ണി പറഞ്ഞ പല കാര്യങ്ങൾ അതേ തരത്തിൽ രാഷ്ട്രീയമായി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും എതിരെ മുന്നോട്ട് വെക്കുന്നവരാണ് നിങ്ങൾ. ഭരണപരാജയമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആകെ അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമെന്ന് നിങ്ങളും പറയുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ചർച്ചയാകുമോ? ഈ ഫെബ്രുവരി പകുതിയോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് നമ്മൾക്ക് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പേർ ആ സമയത്തേക്ക് അയോധ്യ തീർത്ഥാടകരായി മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് 2024 വിധി എഴുതാൻ പോകുന്നത്. ഒരു പക്ഷേ ശ്രീ പഴകുളം മധു ചൂണ്ടിക്കാണിച്ച ശങ്കരാചാര്യന്മാരുടെ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ സമയക്രമമൊക്കെ തീരുമാനിക്കുന്നതിൽ ആ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളുണ്ട്, എനിക്ക് കുറച്ച് സമയം തരണം. ഇവിടെ ശ്രീ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. 500 വർഷമായി നിലനിന്ന ആവശ്യമാണ് 1980 രൂപീകരിക്കപ്പെട്ട ബി.ജെ.പി അതങ്ങ് പൂർത്തീകരിച്ചത് എന്നതാണ് പറഞ്ഞത്. ഇവിടെ 1528 ബാബറി മസ്ജിദ് സ്ഥാപിച്ചത്. 1528 സ്ഥാപിച്ച ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കവും 1855 വരെ ഉണ്ടായിരുന്നില്ല. 1855 ഉണ്ടായിട്ടുള്ള തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാപിച്ച ഹനുമാൻഗഡ് ക്ഷേത്രം അത് മറ്റൊരു പള്ളി തകർത്ത് സ്ഥാപിച്ചതാണ് എന്നാ. അപ്പോൾ ഹനുമാൻഗഡ് ക്ഷേത്രവുമായിട്ടാണ് തർക്കം. ബാബറി മസ്ജിദ് രാമ ജന്മഭൂമിയിൽ സ്ഥാപിച്ചു എന്നോ, രാമലല്ല വിഗ്രഹം അവിടുത്തെ ബാബറി മസ്ജിദിന്റെ താഴികക്കുടത്തിൽ താഴെയാണെന്നുള്ള തർക്കമെല്ലാം ഉണ്ടായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ടാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞില്ലേ ചരിത്രത്തിലെ 4 തെറ്റുകൾ. വി രാജേഷ് കേൾക്കണം. 1949 ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ അനുവദിച്ചത് ചരിത്രത്തിലെ 1ാമത്തെ തെറ്റായി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കണ്ടെത്തി. 1986 ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ബാബറി മസ്ജിദിന്റെ താഴ് തുറന്നുകൊടുത്തത് ചരിത്രത്തിലെ 2ാമത്തെ തെറ്റായി വിലയിരുത്തി. 1989 ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തത് 3ാമത്തെ വീഴ്ച തെറ്റായി കണ്ടെത്തി. 1942 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ 1992 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കാൻ അനുവദിച്ചത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും തെറ്റുമായി കണ്ടെത്തിയിട്ട് ആ പ്രദേശത്ത് തന്നെ ക്ഷേത്രം പണിയട്ടെ എന്ന് ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ സുപ്രീം കോടതി വിധിക്കുകയാണ് ഉണ്ടായത്. താങ്കൾക്കറിയോ ആ വിധിന്യായം പറഞ്ഞ ജഡ്ജിയുടെ പേര് നമുക്കറിയില്ല, ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. 5 പേര് വിധി കേൾക്കുമ്പോൾ, ആ കേസ് കേൾക്കുമ്പോൾ ഈ ചരിത്രത്തിലാദ്യമായി, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ആരാണ് വിധി പറഞ്ഞതെന്ന് പോലും സൂചിപ്പിക്കാതെ, പേരെഴുതാതെ, ഒപ്പിടാതെ ഒരു വിധിയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു RSS രൂപീകരിക്കപ്പെട്ടത് 1925 ഇവിടെ ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ RSSന് 24 വയസ്സുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു മഹാസഭ 1915 രൂപീകരിക്കുന്നത്. ഹിന്ദു മഹാസഭയ്ക്ക് 34 വയസ്സ് പ്രായമുണ്ട് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ഈ ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയെ ഒരു ഹിന്ദുത്വ അജണ്ടയോടെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുക എന്ന
കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി, ചതിയും വഞ്ചനയുടെയും ഭാഗമായി 1949 മുതൽ തുടർന്നു വന്ന പ്രക്രിയയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചത് സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വെക്കുമ്പോൾ ആരോടും മമതയോ കൂറോ അമിതമായി കാണിക്കില്ല, എല്ലാവരോടും തുല്യതയോടെ പെരുമാറുമെന്ന സത്യപ്രതിജ്ഞാ വാചകം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ മാത്രം ആളായി ഇത്തരത്തിലുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ആരാധനാ കാര്യങ്ങളിലെല്ലാം മുഖ്യ കർമ്മിയായി വരുന്നത് മതനിരപേക്ഷ ഇന്ത്യ വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ 500 വർഷങ്ങളായിട്ടുള്ള ആവശ്യം എന്നതെല്ലാം കൃത്യമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ ശ്രീ വി രാജേഷ് പറഞ്ഞു 4 കോടി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് ഒരു രാമരാജ്യം സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഒരു വീട് കേന്ദ്ര ഗവൺമെന്റ് വെച്ചു കൊടുത്തോ? ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 4 ലക്ഷം പേർക്ക് വീട് കൊടുക്കുമ്പോൾ അതിൽ 32,000 ആളുകൾക്ക് 70,000 രൂപ വെച്ച് കൊടുത്തു. അതായത് ഒരു വീടിന് 4 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ അതോടൊപ്പം 36,000 പേർക്ക് 70,000 രൂപ കൊടുത്തു. കേന്ദ്രത്തിന്റെ വിഹിതമായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ വരുന്നു. 4 കോടി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു എന്നെല്ലാം പച്ച കള്ളം എന്ന് പറയുകയാണ്. പട്ടിണിയുടെ കാര്യത്തിൽ ഈ രാജ്യം 111ാമതാണ്. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം പട്ടിണിയുടെ ലോക നിലവാരത്തിന്റെ കാര്യത്തിൽ 59 ആയിരുന്നു. 51-ൽ നിന്ന് 101ആയി, 106ആയി, 111ആയിട്ട് മാറി. ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറയ്ക്കുന്നത് നമ്മൾ നിരവധി തവണ കണ്ടു. ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും ഈ രാജ്യം കുപ്പുകുത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കോടി തൊഴിലവസരം യുവജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ കടുത്ത തൊഴിലില്ലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോകുകയാണ്. ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നയാ പൈസ, ഒരു കട്ടൻ ചായ വാങ്ങിക്കാനുള്ള പൈസ പോലും കൊടുത്തിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. എന്നിട്ട് നല്ല നുണപ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര നുണപ്രചരണം നടത്തിയാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വികാരം ആളിക്കത്തിക്കണം. 2019 പുൽവാമ ആക്രമണത്തെയാണ് ആളിക്കത്തിച്ചത്. ഒറ്റ കാര്യം അന്ന് വിലക്കയറ്റം, നോട്ട് നിരോധനം, GST, രാജ്യത്ത് നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളെയെല്ലാം ആ പുൽവാമ ആക്രമണത്തിന്റെ പേരിൽ 2019 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരൊറ്റ ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒറ്റ രീതിയിൽ ഈ രാമക്ഷേത്രത്തിന്റെ ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടർന്നു വരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ മാത്രമാണ് നിങ്ങൾ നടത്തുന്നത്. അത് ഈ ഒപ്പം രാമക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ സമാനമായ സമയം ഒക്കെ ചിലവഴിച്ചു എന്ന് രാജ്യത്തിന്റെ രാമക്ഷേത്രം എന്ന് അധികാരത്തിലിരിക്കുന്നവർ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. സമാനമായി ഇതുപോലെ തന്നെ ആഘോഷപൂർണമായി ധന്നിപ്പൂർ മോസ്കിന്റെ ഉദ്ഘാടന ചടങ്ങും പ്രതീക്ഷിക്കാമോ? അങ്ങനെയൊന്നും ഉണ്ടായാലല്ലേ അതിലൊരു സമത്വം ഉണ്ടാവുകയുള്ളൂ. അത് ഈ പറയുന്നത് പോലെ ഇതേ സമാധാനം രാജ്യത്തിന് വാഗ്ദാനം ചെയ്യുന്ന, ഇതേ രാഷ്ട്ര നിർമ്മാണത്തിന് ഇന്ധനമാകുന്ന തരത്തിൽ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ അണിനിരക്കുന്ന ഒരു ചടങ്ങായി മാറും എന്ന് മതേതര ഇന്ത്യക്ക് പ്രതീക്ഷിക്കാമോ? അറിയില്ല, പക്ഷെ അങ്ങനെ ആകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതായത് നമ്മുടെ രാജ്യം ഒരു മതസൗഹാർദ്ദ രാജ്യമാണ്. മതേതരം എന്നുള്ളത് വേണമെങ്കിൽ ഡിബേറ്റബിൾ ആണ്, പക്ഷെ ഹാർമണി ആൻഡ് ഹാപ്പിനെസ് ഇതാണ് നമ്മുടെ ഒരു അടിസ്ഥാന സങ്കല്പം. പ്ലൂറലിസം ഉണ്ടാകണം. പഴകുളം മധുസാറിനെ എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനവുമാണ്. ഞാൻ മഹാത്മാഗാന്ധിയുടെ രാമനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഗോഡ്സേക്ക് രാമനില്ല, ഗോഡ്സെ ഒരു നിരീശ്വരവാദിയായിരുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ രാമനിലേക്ക് തന്നെ എല്ലാവരും, അല്ലെങ്കിൽ ആ പരിപ്രേക്ഷ്യത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ കൂടെ നിന്ന് മഹാത്മാഗാന്ധി ഫോട്ടോ ഇടുവെന്നല്ല പറഞ്ഞത്, ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് നരേന്ദ്രമോദി സെൽഫി എടുക്കുമെന്നാണ് പറഞ്ഞു. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഇനി അതിന്റെ രാഷ്ട്രീയം പറയാം. അതായത് 3 ധാരകളാണ് പ്രധാനമായി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്നും ഉള്ളത്. ഒന്ന്, മഹാത്മാഗാന്ധി നയിക്കുന്ന സെൻട്രിസ്റ്റ് ആയ സോഫ്റ്റ് ഹിന്ദുത്വം അല്ല, സോഫ്റ്റ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ആശയതലം അല്ലെങ്കിൽ നിലപാട് തറ. 2, നെഹ്റുജിയൊക്കെ, പണ്ഡിറ്റ് നെഹ്റു ഒക്കെ പ്രതിദാനം ചെയ്യുന്ന മതേതരത്വം എന്നിപ്പോ മാധു പറയുന്ന മതേതരം അല്ലെങ്കിൽ പുരോഗമനം എന്നൊക്കെ പറയുന്ന ലിബറൽ പ്രോഗ്രസീവ് സെക്കുലർ എന്ന് പറയുന്ന നിലപാട് തറ. പിന്നീട് സർദാർ പട്ടേൽ അടക്കമുള്ളവർ പ്രതിദാനം ചെയ്യുന്ന വലതോട്ട് നിൽക്കുന്ന സെന്റർ റൈറ്റ് എന്ന് പറയുന്ന ഒരു നിലപാട് തറ. സി രാജഗോപാലാചാരി, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാത. ഈ 3 പാതകളാണ് അന്നും ഉള്ളത്. ഇത് സ്വാതന്ത്ര്യ സമരക്കാലത്തും ഇങ്ങനൊരു തർക്കം ഉണ്ടായി. അതായത് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി നെഹ്റുജി അത്ര യോജിപ്പില്ലായിരുന്നു. പക്ഷെ ശ്രീ സർദാർ പട്ടേലും KM മുൻഷിയും ഒക്കെ ചെന്ന് അത് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അവസാനം ഒരു മഹാത്മാഗാന്ധിയെ ചെന്ന് കണ്ടാണ് അനുവാദം വാങ്ങുന്നത്. പക്ഷെ മഹാത്മാഗാന്ധി ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് അമ്പലം പണിയാം,
പക്ഷേ അമ്പലത്തിന്റെ കാശ് സർക്കാർ എടുക്കരുത്, നിങ്ങളെല്ലാം കൂടെ നമുക്കെല്ലാം കൂടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഞാനടക്കം സോമനാഥ ക്ഷേത്രത്തിന് സംഭാവന പിരിച്ചു തരാം എന്നും ഒരു മധ്യവർത്തി നിലപാടാണ് മഹാത്മാഗാന്ധി എടുത്തിരുന്നത്. നമുക്ക് മതപരമായ സാമുദായികമായ വിഷയങ്ങളിൽ ഒരു മധ്യവർത്തി നിലപാട് വേണം. അവിടെയാണ് പരിശുദ്ധമായ ധന്യപ്പൂർ മോസ്കിലേക്കും പോകണം. നമ്മുടെ ഹിന്ദുക്കൾ വരുമ്പോൾ നമ്മൾ ശബരിമലയിൽ പോയി വാവരസ്വാമിയെ കണ്ടിട്ട് അയ്യപ്പനെ തൊഴുന്നത് പോലെ നാളെ ഇവിടേക്ക് ഹിന്ദുക്കൾ വരുമ്പോൾ ധന്യപ്പൂർ മോസ്കിലും പോകണം. കാര്യം മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ ചില അരക്ഷിത ബോധങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണ്. പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നമ്മളോട് തുറന്നു പറയണമെന്നില്ല, പക്ഷേ അവരുടെ മനസ്സിൽ ഇൻസെക്യൂരിറ്റിയും അരക്ഷിതത്വവും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്താ അതൊരു സപ്രഷന്റെ മോഡലാണോ എന്ന് തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയാണെന്ന് എനിക്ക് വിശ്വാസമല്ല. അപ്പൊ അവരെയും കൂടെ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു ധന്യപ്പൂർണ്ണ പരിപാടി വരികയാണെങ്കിൽ നല്ലതാണ്. നമ്മളാൽ കഴിയുന്ന ചെറിയ സംഭാവനകളും കൊടുക്കണം. ഒരു ഹിന്ദു എന്നതിൽ എനിക്ക് അഭിമാനമുള്ളത് ഇതുവരെ ധന്യപ്പൂർ മോസ്കിന് നൽകിയ സംഭാവനകളിൽ 40% ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും. ഇത്തരം എല്ലാ ചടങ്ങുകൾക്കും ഒരു പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റ് കാണാം, പക്ഷേ ആ പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റിന് അപ്പുറമുള്ള ഒരു സാംസ്കാരിക ഐക്യം വേണം. ഒരർത്ഥത്തിൽ ആലങ്കാരികമായി പറഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഒരുതരം തൃപ്പടിദാനം തന്നെയായിരുന്നു ഇത്. പണ്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൽ ചെയ്തതുപോലെ ശ്രീ നരേന്ദ്രമോദിയുടെ ആശയപരമായ സാംസ്കാരികപരമായ ഒരു കൺസോൾട്ടേഷൻ അതിനകത്ത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു ഭക്തിയും കാര്യങ്ങളും നമുക്ക് അതിൽ ഒരുപാട് പേരുണ്ട്. പഴകുളം സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ശങ്കരാചാര്യന്മാരെ ഏറ്റവും ആദരവാണ്. പലരെയും നേരിട്ട് എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്, അവരെ പ്രാർത്ഥിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു അമ്പലത്തിന്റെ കാര്യം തീരുമാനിക്കുന്ന ആ ക്ഷേത്രത്തിലെ തന്ത്രിയും ജ്യോതിഷിയും ചേർന്നാണ്. ശങ്കരാചാര്യരുടെ പാത മഹാരാജാക്കന്മാരും പ്രധാനമന്ത്രിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് ജനാധിപത്യമല്ലേ, മറ്റൊന്ന് രാജഭരണമല്ലേ. അതിൽ കൈയാളുന്ന നമ്മുടെ കർത്തവ്യബോധം വ്യത്യാസമല്ലേ. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം കൂടെ, ശങ്കരാചാര്യന്മാരുടെ കാര്യം പറയുമ്പോൾ അവർ പിന്തുടരുന്നത് അദ്വൈത വേദാന്തം എന്ന പാതയാണ്. അപ്പം സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അദ്വൈത വേദാന്തം ജ്ഞാനയോഗത്തിന്റെ പാതയാണ്. ഈ അമ്പലങ്ങളൊക്കെ വരുന്നത് ഭക്തിയോഗവും തന്ത്രവും ആഗമങ്ങളും ഈ പറയുന്ന ഒരു ആശയലോകത്തിലാണ് വരുന്നത്. അത് ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയും ആ ക്ഷേത്രത്തിലെ ജ്യോതിഷിയും ചേർന്നാണ് പൊതുവെ തീരുമാനിക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ ചടങ്ങുകൾ എടുത്തു നോക്കിയാൽ ഒരു വൈദിക പാരമ്പര്യത്തിന്റെയും താന്ത്രിക പാരമ്പര്യത്തിന്റെയും ഒരു മെർജും അല്ലെങ്കിൽ ഒരു സിന്തസിസ് നമുക്ക് കാണാൻ കഴിയും. ഈ യജമാനൻ അടക്കമുള്ള സിസ്റ്റം, ഇന്ന് നരേന്ദ്രമോദിജി യജമാനനായിരുന്നു ആ ചടങ്ങിന്റെ, അതൊക്കെ ഒരു വൈദിക പാരമ്പര്യത്തിൽ വരുന്നതാണ്. എന്നാൽ ക്ഷേത്രാരാധന, പൂജ, ഐഡൽ വർഷിപ്പ് അല്ലെങ്കിൽ വിഗ്രഹാരാധന, പ്രതിമയെ മൂർത്തിയാക്കി മാറ്റുന്ന കാര്യം അല്ലെങ്കിൽ കല്ലിനെ ദൈവമാക്കി മാറ്റുന്നു എന്ന ചടങ്ങ്, ഇതെല്ലാം തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ വിശ്വാസവും സംസ്കാരവും മതവും രാഷ്ട്രീയവും എല്ലാം ചിലപ്പോഴെങ്കിലും കൂടിക്കുഴഞ്ഞ് കിടക്കാറുണ്ട്. അപ്പൊ ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക, ഹാർമണൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഒരു പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും ബാക്കിയുള്ളവർക്കും മാധു അടക്കമുള്ള മതേതര ചേരിയിൽ നിൽക്കുന്നവർക്കും പറയാൻ കഴിയേണ്ട കാര്യം, നാളെ ധന്യപ്പൂർ മോസ്കിന്റെ ഉദ്ഘാടനത്തിനും പ്രധാനമന്ത്രിക്ക് പോകാൻ കഴിയണം. നാളെ ധന്യപ്പൂർ മോസ്കിന്റെ അഡ്വക്കേറ്റ് വി വി രാജേഷ് അങ്ങ് പറഞ്ഞു 500 വർഷം മുൻപുള്ള ശരി, ഈ 500 വർഷം മുൻപുള്ള ആവശ്യമാണ്. അത് BJP-യോ RSS-ഓ ഒന്നും ഉണ്ടാക്കിയെടുത്തതല്ല. സ്വാഭാവികമായ പരിണതിയിൽ BJP ഭരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ 500 വർഷം മുൻപുള്ള ആശയം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു രാജ്യം എന്ന രീതിയിൽ അതിന്റെ ഈ പറയുന്ന പരമാധികാര പ്രവിശ്യ രൂപീകരിക്കപ്പെടുന്നതിനൊക്കെ മുൻപുള്ളത് കൊണ്ടാണ് നമുക്ക് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ അതിൽ ഈ അയോധ്യയ്ക്ക് മാത്രം ഒരു ഇളവ് നൽകിയിരിക്കുന്നത്. അയോധ്യയിൽ അവസാനിക്കുമോ അത്? മോഹൻ ഭാഗവത് അങ്ങനെ വാഗ്ദാനമൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ പറയുന്ന കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യമൊക്കെ മതേതര രാജ്യത്തിന് വലിയ വെല്ലുവിളിയും ഭയവും ഉയർത്തുന്നതാണ്. അതിനൊരു തുടർച്ചയുണ്ടാകുമോ? ഞാനത് ആദ്യം അതിന് ഉത്തരം തന്നിട്ട് എനിക്ക് അരുൺകുമാറിന്റെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു സമാധാനപരമായ ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. ഇതിന് ഉത്തരം തരണം. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം എന്നിലേക്ക് ഉറപ്പായും. ശരി. അപ്പോൾ എഴുതാപ്പുറം വായിച്ച് അത് മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമാണ്, ഞാനൊന്നും പറയുന്നില്ല. അതായത് എഴുതാപ്പുറം വായിച്ച് ആൾക്കാരുടെ മനസ്സിൽ ആശങ്ക കോരിയിട്ട് തീ കോരിയിട്ട് അതിൽ നിന്നും വാർത്ത ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇക്ബാൽ അൻസാരി ഉൾപ്പെടെയുള്ളവർ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ തന്നെ പല ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ചാനലിന് കൊടുത്ത അഭിമുഖം പുറത്തു വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് അവർ കാണുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോസ്കിൻ്റെ നിർമ്മാണം, അത് ഇന്ന് പത്രങ്ങൾ വായിച്ചപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നി. 5000 പേർക്ക് അവർ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള മോസ്കാണ് അവിടെ വരുന്നത്. ക്യാൻസർ ആശുപത്രി, അതോടൊപ്പം തന്നെ 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഹാള്, അങ്ങനെയുള്ള ഒരു ലോകത്തിന് തന്നെ വളരെ മാതൃകയായിട്ടുള്ള മോസ്കിൻ പണി പൂർത്തിയാകുന്നു. അയോധ്യയുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് വളരെയധികം മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ പഴയതുപോലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇനി ഭാവിയിൽ ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ, നാളെ സൂര്യൻ ഉദിക്കുമോ, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ കോരിയിടുന്നത് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും ഇനി അരുൺ ചോദിച്ച കാര്യങ്ങളിലേക്ക് അല്ല, ഞാൻ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെയൊക്കെ വരാം. പക്ഷേ
ഞാൻ അതിന് ഒപ്പം മോഹൻ ഭാഗവത് എല്ലാ പള്ളികളുടെയും താഴെ പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന് പറഞ്ഞത് കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ആശയപരമായി തീകോരിയിടാനാണെങ്കിൽ അത് പറയേണ്ടതിന്റെ കാര്യമില്ല. ഇതിവിടെ അവസാനിപ്പിക്കുമോ എന്നുള്ളത് ഒരു വലിയ ഭയവും ആശങ്കയുമായി ന്യൂനപക്ഷത്തിന്റെ മനസ്സിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ലാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്നങ്ങ് തുറന്നു പറയൂ. അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകാണ് ശ്രീ മോഹൻ ഭാഗവത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രത്തിൻ്റെ ചലനങ്ങൾ ഓരോ നിമിഷവും ഒപ്പിയെടുക്കുന്ന വളരെ വലിയൊരു സമൂഹത്തിൻ്റെ മുഖമായിട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും സംഘത്തിൻ്റെ വിജയദശമി ദിനത്തിലുള്ള പ്രഭാഷണത്തിലായാലും അതോടൊപ്പം തന്നെ പ്രതിനിധിസഭ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലെ പ്രമേയമായാലും അതിൽ ഏതൊരു കാര്യം പറഞ്ഞാലും കൃത്യമായിട്ട് രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം വിശകലനം ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ എല്ലാമുണ്ട്. അത് ഞാനൊരു മാധ്യമത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഭാരതം ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കണം, എത്തണം, ലോകം ഭാരതത്തെ സ്വീകരിക്കണം എന്ന ലക്ഷ്യത്തിലെത്തുവാനുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത് എന്ന് BJPയുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും. ശരി, ഇന്ന് ഈ പറയുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറയുന്ന സംഘപരിവാരത്തിന്റെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ള അടിത്തറ നരേന്ദ്രമോദി സ്ഥാപിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിശേഷങ്ങളാണ് വരുന്നത്. അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അടുത്തവണ പറയുകയും ചെയ്യാം. നമ്മൾ ഈ ഗുരുക്കന്മാരുടെ സ്ഥാനം നമ്മൾ നേടിയെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോകം എങ്ങനെ അതിനെ കാണുന്നു എന്ന കാര്യത്തിൽ തർക്കവുമുണ്ട് ഈ പറയുന്ന മാധ്യമ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ശ്രീ വി രാജൻ, ക്വസ്റ്റ്യൻ ഇല്ല, രണ്ടാം ഘട്ടം. അരുൺ പറഞ്ഞതിന് ഒരു ചെറിയ മറുപടി പറയാം. ഒന്ന്, അരുൺ പറഞ്ഞത് 2024 BJPക്ക് പിടിച്ചു നിൽക്കാൻ മാർഗമില്ല, വേറെ കാര്യങ്ങളില്ല. അരുണെ, BJPയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് എങ്ങനെ പിടിക്കാതിരിക്കാമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളെ കുറേ നിങ്ങൾ കുറ്റം പറഞ്ഞല്ലോ, ആ കുറ്റം ഇന്ത്യ മുഴുവനും നടന്ന് പറഞ്ഞ് നിങ്ങൾ ഭരണം പിടിച്ചോ, നിങ്ങൾ ഭരണം പിടിച്ചിട്ട് നിങ്ങൾ നടപ്പിലാക്കിയോ, ഞങ്ങളെക്കാളും മെച്ചമായിട്ട് ഭരിച്ചോളൂ. ഞങ്ങളെ പിടിച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങ് പറഞ്ഞു ഇന്ന് പുൽവാമയില്ല, അല്ല ഞാൻ പറഞ്ഞോട്ടെ സാർ, അങ്ങ് പറഞ്ഞു ഞാൻ ഇന്ന് പുൽവാമയില്ലെന്ന്. പുൽവാമ വേണ്ട, അപ്പം ഞങ്ങൾ പരാജയപ്പെടുത്തിക്കോളൂ. ഇനി മാധു ചോദിച്ച വിശ്വഗുരുവായി എങ്ങനെ ലോകം ഭാരതത്തെ കാണും എന്ന് മാധു ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ പല ചർച്ചയിലും പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. യുക്രൈൻ യുദ്ധം നടന്നപ്പോഴേക്കും പാകിസ്ഥാനിലെ ഒരു കുട്ടി പറയുകയാണ്, പെൺകുട്ടി പറയുകയാണ്, അവിടെ മെഡിസിൻ പഠിക്കാൻ പോയിട്ട് തിരിച്ചു അവിടെ എത്തിയ ഒരു കുട്ടി പറയുകയാണ്, ഇന്ത്യയുടെ ദേശീയ പതാക ഞങ്ങളുടെ ബസ്സിന് മുകളിൽ പാറിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. കോവിഡ് പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലോകം അതിൽപ്പെട്ട് ആകെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ മുൻപാകെ വാക്സിന് വേണ്ടിയിട്ട് ഭാരതവുമായിട്ട് അവർ സംസാരിക്കാൻ തയ്യാറാകുന്നു. ഒന്ന് എന്നെ തടസ്സപ്പെടുത്താൻ തയ്യാറാകുന്നു. ഇന്ത്യ 2024 കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതോട് ഇന്ത്യ ലോകത്ത് 3ാമത് സാമ്പത്തിക ശക്തിയാകുമ്പോൾ നമുക്ക് കൂടുതൽ രാഷ്ട്രങ്ങളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അങ്ങനെയാണ് വിശ്വഗുരുസ്ഥാനത്തേക്ക് ഭാരതം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഹിന്ദു നാഷണലിസ്റ്റ് എന്നാണ് ഒരു അന്തർദേശീയ മാധ്യമം വിശേഷിപ്പിച്ചത്. A Hindu temple embodies the rise of Modi and India's deep divisions എന്നാണ് മറ്റൊരു മാധ്യമം വിശേഷിപ്പിക്കുന്നത്. ഇത് ലോകത്തിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടാണോ അതോ ലോകത്തിന് ഇന്ത്യയോടുള്ള വിരുദ്ധതയാണോ? അല്ല, ഇപ്പൊ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൊടുത്ത ഹെഡിങ്, ഇന്നും ഇന്നലെയുമായി ഈ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹെഡിങ്ങും എല്ലാം നമ്മൾ രണ്ടും താരതമ്യപ്പെടുത്തി ചർച്ച ചെയ്താണ്. അംബേദ്കർ പറഞ്ഞ വാചകം ഉണ്ടല്ലോ, എത്ര മികച്ച ഭരണഘടന ഉണ്ടായിട്ടും കാര്യമില്ല, ആ ഭരണഘടന നടപ്പിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായിട്ടുള്ള ഒരു ആർജവമുള്ള നേതൃത്വമില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഭരണഘടന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയായി നിലനിൽക്കാൻ മതനിരപേക്ഷ കാഴ്ചപ്പാടോടെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർക്ക് ഏകോദര സഹോദരൻ പോലെ ഈ രാജ്യത്ത് പാർക്കാൻ, മുന്നോട്ട് പോകാൻ, ആ പാർക്കാനുള്ള സാഹചര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അടുത്ത കാലത്തായി ഉയർന്നു വരുന്നതിൽ കടുത്ത ആശങ്ക ജനങ്ങൾക്കുണ്ട്. പഴകുലം മധുവിനോട് ഒരു ചോദ്യം. സുപ്രീം കോടതി 4 ചരിത്രപരമായിട്ടുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ 4 തവണയും രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. 1949, 1986, 1999. പ്രേക്ഷകർക്കും നന്ദിയും അറിയിക്കുന്നു. എന്തായാലും ഇതോടുകൂടി രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മനസ്സിനേറ്റ വലിയ മുറിവിന് അവസാനമാകട്ടെ. ഇനി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരവും വെറുപ്പും വിദ്വേഷവും ഒന്നും രാജ്യത്തെ ഭരിക്കാതിരിക്കട്ടെ. വളരെയധികം നന്ദി.